അസ്സലാമു അലൈക്കും. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് അബോളിഷിങ് ഓഫ് പ്രിവി പേഴ്സ് ആണ് അല്ലേ. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ദ 1971 ഇലക്ഷൻ ആൻഡ് ദ റീസ്റ്റോറേഷൻ ഓഫ് ദ കോൺഗ്രസ്. അങ്ങനെ അവസാനം 1971 വീണ്ടും ഇലക്ഷൻ നടക്കുകയും കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ അത് ഗ്ലോറിയസ് ആയിട്ട് ഒരു വിക്ടറിയിലേക്ക് കോൺഗ്രസ് വരുന്ന ഒരു നിർണായക ഘടകം വരികയാണ്. കാരണം 1967 ശരിക്കും കോൺഗ്രസിനെ നെട്ടിച്ച ഒരു റിസൾട്ടായിരുന്നു ഉണ്ടായിരുന്നല്ലേ. അവർ പ്രതീക്ഷിച്ചതിനൊന്നും അത്ര സീറ്റുകളൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ അതിനുശേഷം 1971 ഇലക്ഷനിലേക്കാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. The split in the Congress reduced Indira Gandhi government into a minority. It is with the support of few other parties that she remained in power. The CPI and the DMK gave her issue-based support. അപ്പം അതായത് കോൺഗ്രസ് സ്പ്ലിറ്റായി എന്ന് പറഞ്ഞു, ഒ ഗ്രൂപ്പും ആർ ഗ്രൂപ്പായിട്ട് മാറി. സോ അതുകൊണ്ട് ശരിക്കും ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ഒരു മൈനോറിറ്റി ഗ്രൂപ്പായി മാറി. കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിനെ അവർ സപ്പോർട്ട് ചെയ്യാൻ. അപ്പം പക്ഷേ പിന്നെ DMKയുടെയും അതുപോലെ തന്നെ CPIയുടെയും ഒക്കെ പിന്തുണയോടുകൂടിയാണ് പിന്നെ എന്ത് ചെയ്തത്, ഇന്ദിരാഗാന്ധി അധികാരം നിലനിർത്തിയത്. പ്രൈം മിനിസ്റ്റർഷിപ്പിൽ ഇന്ദിരാഗാന്ധി മന്ത്രിസഭ നിലനിന്നിരുന്നത്. ഓക്കെ, അതിനുശേഷം ഈ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി കുറേ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു. ഷീ ടുക്ക് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ടു ഫോർമുലേറ്റ് ലാൻഡ് സീലിംഗ് ലോസ് അല്ലേ. അതായത് ലാൻഡ് സീലിംഗ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമി വീതിച്ച് നൽകുന്നതിലൊക്കെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി. ലാൻഡ് സീലിംഗ് എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിക്സിങ് എ മാക്സിമം സൈസ് ഓഫ് ലാൻഡ് ഹോൾഡിംഗ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഫാമിലി ക്യാൻ ഓൺ. അതായത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനോ കൈവശം വെക്കാവുന്ന മാക്സിമം ഭൂമിക്ക് ഒരു പരിധി നിശ്ചയിക്കുക. അതാണ് ലാൻഡ് സീലിംഗ് ലോ എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥാക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, എല്ലാവർക്കും എന്ത് ചെയ്യുക, ഭൂമി കിട്ടുന്നൊരവസരം, രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഭൂമി കിട്ടുന്നൊരവസരം ഇതിലൂടെ നൽകപ്പെടും. പല ആളുകൾക്കും അമിതമായിട്ടുള്ള ഭൂമി ഉണ്ടാവും, ചില ആൾക്ക് ഭൂമി ഇല്ലാത്തതായിട്ടുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിധി നിശ്ചയിച്ചാൽ എല്ലാവർക്കും എന്ത് ചെയ്യുക, ഭൂമി ലഭിക്കുമെന്ന, പാവപ്പെട്ടവർക്കും ഭൂമിയുടെ അവകാശം കിട്ടും എന്ന ഒരു അവസരം വരാൻ വേണ്ടിയിട്ടാണ് ഇന്ദിര ഈ ഒരു കാര്യം ചെയ്തത്. In December 1970 she recommended a dissolution of the Lok Sabha. അപ്പോൾ എല്ലാവരെയും നെട്ടിച്ചുകൊണ്ട് 1970 ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തെന്നത്, അതായത് ലോക്സഭ പിരിച്ചു വിടാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുകയാണ്. ഷീ ഹാഡ് ഹെർ ഓൺ റീസൺ ഫോർ ദിസ്. At the moment she had to depend on other political parties' support to take various measures for the good of the country. അപ്പോൾ ഇങ്ങനെ ഒരു മന്ത്രിസഭ പിരിച്ചുവിടാൻ അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു കാരണങ്ങളുണ്ടായിരുന്നു. കാരണം ആ ഒരു സമയത്ത് 1967 ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി ജയിച്ചു. പക്ഷെ അധികാരം നിലനിർത്തിയിരുന്നത് മറ്റേ DMKയുടെയും അതുപോലെ തന്നെ CPIയുടെയും ഒക്കെ പിന്തുണയോടുകൂടിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അത് ഇങ്ങനെ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് അവർക്ക് എന്ത് ചെയ്തില്ല, അവരുടെ മാത്രം എന്ത് ചെയ്തില്ല, ഒരു ആശയമല്ല, മറ്റുള്ളവരുടെ ആശയം കൂടെ പരിഗണിക്കേണ്ടിയൊക്കെ വന്നു. അവരെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യേണ്ടിയൊക്കെ ഒരു അവസരം വന്നു. അപ്പോൾ ഇത് അവർക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കി. സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം അവിടെ കിട്ടാതെ വന്നുകൊണ്ടാണ് ഈ 1970 ഇന്ദിരാഗാന്ധി മന്ത്രിസഭ പിരിച്ചുവിടാൻ തീരുമാനിച്ച് വീണ്ടും ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. ബൈ സ്ട്രെങ്തനിങ് ഹെർ ഓൺ പാർട്ടി ഷീ നീഡഡ് ലെസ് ഡിപ്പെൻഡൻസ് ഓൺ അതേഴ്സ്. അവിടെ മനസ്സിലാക്കണം, അതായത് പാർട്ടിയെ ഒന്നും കൂടെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, മറ്റ് പാർട്ടികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ വീണ്ടും ഇലക്ഷൻ എടുത്ത് കോൺഗ്രസിന് തന്നെ മെജോറിറ്റി സീറ്റ് കിട്ടിയാൽ മറ്റു പാർട്ടികളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് വേണ്ടിയിട്ട്. By facing the people for a fresh mandate, she hoped to strengthen her stand.
This bold move surprised everyone. The fifth general election to Lok Sabha took place in 1971. അപ്പം ശരിക്കും ഇത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു തീരുമാനമായിരുന്നു ഇന്ദിരാഗാന്ധിയുടേത്. എങ്കിലും 1971 വീണ്ടും എന്ത് ചെയ്തു, ലോക്സഭ ഇലക്ഷൻ നടന്നു. ഇനി നോക്കാം ദ കോണ്ടക്സ്റ്റ്, അതായത് 1971 ഇലക്ഷൻ്റെ ആ ഒരു സമയത്തുണ്ടായിരുന്ന സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. ദ ഇലക്ഷൻ സിനാരിയോ അപ്പിയർഡ് ആൻറ്റി കോൺഗ്രസ് ആർ. People made a lot of calculations. The Congress R was actually a section for the Congress which had been reduced weekly. അതായത് നമുക്കറിയാം അന്ന് കോൺഗ്രസ് ആറും കോൺഗ്രസ് ഓയും രണ്ട് ഗ്രൂപ്പായിട്ടും, ശരിക്കും ഈ എലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഒരു മത്സരം പോലെയായിരുന്നു. കോൺഗ്രസ് ആറും കോൺഗ്രസ് ഓയും തമ്മിലുള്ള ഒരു വാശിയേറിയ മത്സരം. ഓക്കെ, ദ ലിറ്റിൽ സ്ട്രെങ്ത് ദ പാർട്ടി ഹാഡ് വാസ് വിത്ത് ദ കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസ് ഓനെ സംബന്ധിച്ച്, അതായത് ഓൾഡ് കോൺഗ്രസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, അവരെ സംബന്ധിച്ചും അവർക്ക് സ്ട്രെങ്ത് വളരെ കുറവായിരുന്നു. മോസ്റ്റ് ഓഫ് ദ നോൺ കോൺഗ്രസ് പാർട്ടീസ് ലൈക്ക്, അതായത് നോൺ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നോൺ കോൺഗ്രസ് ആയിട്ടുള്ള പാർട്ടികളായ SSP, PSP, ഭാരതീയ ജനസംഘ് ആൻഡ് സ്വതന്ത്ര പാർട്ടി ആൻഡ് ദ ഭാരതീയ ക്രാന്തി ദാൽ ഫോംഡ് ആൻ ഇലക്ട്രൽ അലയൻസ് അണ്ടർ ദ നെയിം ഓഫ് ദ ഗ്രാൻഡ് അലയൻസ്. അപ്പോൾ ഗ്രാൻഡ് അലയൻസ്, ഈ അലയൻസ് എന്ന് പറഞ്ഞ സഖ്യം, തെരഞ്ഞെടുപ്പിൽ സഖ്യം ഉണ്ടാക്കുമല്ലോ മറ്റു പാർട്ടികളുമായിട്ട് യോജിച്ചിട്ട് ഇലക്ഷനിൽ മത്സരിക്കാൻ. അപ്പോൾ ഈ ഇതുപോലെയുള്ള SSP, PSP, ഭാരതീയ ജനസംഘ്, സ്വതന്ത്ര പാർട്ടി, ഭാരതീയ ക്രാന്തി ദാൽ, അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഫോം ചെയ്തൊരു സഖ്യമാണ് ഗ്രാൻഡ് അലയൻസ്. അപ്പം അവരും എന്തായിരുന്നു, ഇലക്ഷനിൽ ഒരു ഗ്രൂപ്പായിട്ട് മത്സരിച്ചിരുന്നു. ഇന്ദിരാഗാന്ധി ഹാഡ് ആൻ അലയൻസ് വിത്ത് CPI. സോ തിങ്സ് അപ്പിയർഡ് റാദർ ഡിം ഫോർ ദ റൂളിംഗ് പാർട്ടി. ഇന്ദിരാഗാന്ധി ആരുമായിട്ട്, അതായത് കോൺഗ്രസ് ആരുമായിട്ടാണ് സഖ്യം ഉണ്ടാക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPIയുമായിട്ട്. But there was a silver lining. The new Congress had its own agenda and a positive slogan. Its strong enemies lacked both. The Grand Alliance did not have a coherent political program. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പക്ഷേ ഈ CPIയോട് മാത്രമാണ് കോൺഗ്രസ് സഖ്യം പിടിച്ചിട്ടുള്ളെങ്കിൽ കൂടിയിട്ടും നമ്മുടെ ഈ ന്യൂ കോൺഗ്രസ്സിനുണ്ടല്ലോ വ്യക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ട, ഒരു പോസിറ്റീവ് സ്ലോഗൻ ഉണ്ടായിരുന്നു. രാഷ്ട്രീയമായിട്ടും ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന കാര്യങ്ങളാണ് രാജ്യത്ത് നടപ്പാക്കേണ്ടത്, ഇന്ന മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ള ഒരു ഐഡിയയിലൂടെയാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ ഈ ഗ്രാൻഡ് അലയൻസ് എന്നുള്ള ഗ്രൂപ്പിന് അല്ലെങ്കിൽ കോൺഗ്രസ് ഗ്രൂപ്പിനും എന്തുണ്ടായിരുന്നില്ല, ഈ ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ ജസ്റ്റ് ഒരു അലയൻസ് ആയിട്ട് ഒരു സഖ്യം ആയി മാറി ഇലക്ഷൻ അങ്ങനെ ഒരു നേരിട്ടു എന്നുള്ളൂ. അല്ലാതെ അവർക്ക് വ്യക്തമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ളൊരു കാഴ്ചപ്പാടോ വികസന കാഴ്ചപ്പാടോ അത്ര കോൺഗ്രസ് ആറിൻ്റെ അത്ര ഉണ്ടായിരുന്നില്ല. Other than defeating Indira Gandhi, the Grand Alliance lacked positive course of actions for the country and the people. അപ്പോൾ ഈ ഗ്രാൻഡ് അലയൻസിൻ്റെ ഒക്കെ ഒരു മുഖ്യമായിട്ട് ലക്ഷ്യം ഇന്ദിരാഗാന്ധിയെ എന്ത് ചെയ്യുക, പരാജയപ്പെടുത്തുക എന്നതായിരുന്നു. അല്ലാതെ വേറെ പോസിറ്റീവ് ആക്ഷൻസ് എടുക്കണമെന്നുള്ളതിനെ പറ്റിയുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. ആൻഡ് ദ ഇന്ദിര ഹെർസെൽഫ് സെഡ് ദ ഗ്രാൻഡ് അലയൻസ് ഹാഡ് ഓൺലി വൺ കോമൺ പ്രോഗ്രാം ദാറ്റ് ഇന്ദിര ഹട്ടാവോ. അപ്പോൾ ഇന്ദിരാഗാന്ധി തന്നെ ഒരിക്കലും എന്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ഗ്രാൻഡ് അലയൻസിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദിര ഹട്ടാവോ, അതായത് ഇന്ദിരയെ റിമൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. വൈ ഷീ കെയിം ഫോർവേഡ് വിത്ത് സെവറൽ പോസിറ്റീവ് പ്രോഗ്രാംസ് ലൈക്ക്, അതായത് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന പോസിറ്റീവ് പ്രോഗ്രാംസിൽ ഉൾപ്പെടുന്നതാണ് ഗരീബി ഹട്ടാവോ. ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞാൽ റിമൂവ് പോവർട്ടി, അതായത് രാജ്യത്ത് നിന്ന് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക. ഷീ വാണ്ടഡ് ടു ഡെവലപ്പ് എ പബ്ലിക് സെക്ടർ, impose ceiling on rural land holding and urban property, remove inequality in income and opportunity and abolish privy purse. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതൊക്കെ ആയിരുന്നു ആരുടെ അജണ്ട, ഇന്ദിരാഗാന്ധിയുടെ അജണ്ട. ഓക്കെ, ദ ലാൻഡ്ലെസ് ലാബറിംഗ് ക്ലാസസ് ആൻഡ് ദലിത് ആൻഡ് ആദിവാസി റിയാക്റ്റഡ് ഫേവറബിളി ടുവേർഡ്സ് ഇന്ദിരാഗാന്ധീസ് പ്രോഗ്രാം. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഇത്തരം പദ്ധതികളെ, അതായത് ഭൂമി കൈവശമില്ലാത്ത
വിഭാഗക്കാർക്കും അതുപോലെ തന്നെ ദലിത് വിഭാഗക്കാർ, ആദിവാസി വിഭാഗക്കാർക്കൊക്കെ വളരെയധികം ഫേവർ ആയിരുന്നു, അല്ലെങ്കിൽ അവർക്ക് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു ആരിലെ, ഇന്ദിരാഗാന്ധിയിൽ. അങ്ങനെ ദ മൈനോറിറ്റീസ് ആൻഡ് വുമൺ അൺഎംപ്ലോയിഡ് യൂത്ത് ലുക്ക്ഡ് അപ്പ് ടു ഹെർ ആസ് എ സേവിയർ. Her political strategy was based on the slogan Garibi Hatao. It helped her to build an independent nationwide base of political support. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ അവർക്ക് എന്ത് ചെയ്തു, ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടാനും ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാനൊക്കെ സഹായകമായി. ഇത്തരം പ്രോഗ്രാംസുകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ഇലക്ഷനെ നേരിട്ടത്. ഇങ്ങനെ ദ റിസൾട്ട് ഓഫ് ദ ലോക്സഭ ഇലക്ഷൻ ഇൻ 1971, അങ്ങനെ 1971 ലോക്സഭ ഇലക്ഷൻ വന്നു. അതിൻ്റെ റിസൾട്ട് പ്രകാരമായിരുന്നു. ഓക്കെ, just as a decision to dissolve Lok Sabha in 1970 was dramatic, the result of the election in 1971 was equally. ഓക്കെ, അതായത് 1970 ഇന്ദിരാഗാന്ധി ലോക്സഭ മന്ത്രിസഭ പിരിച്ചുവിടാൻ തീരുമാനിച്ച സമയത്ത് ഡ്രമാറ്റിക് ആയിരുന്നു അതിലെ ഒരു നാടകീയമായിട്ടുള്ളൊരു സംഭവമായിട്ട് അതിനെ എല്ലാവരും കണ്ടിരുന്നു. അതുപോലെ തന്നെ ആയിരുന്നു എന്ത് ചെയ്യുക, ആ ഒരു റിസൾട്ടും. അത് നാടകീയമെന്നും പറയാം, അല്ലെങ്കിൽ ഒരു സർപ്രൈസിങ്, അത്രയും ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള വിക്ടറി ആയിരുന്നു 1971 വന്നത്. ദ ന്യൂ കോൺഗ്രസ് CPI alliances won more seats and vote than the Congress had ever won in the 4 general election. അതിന് മുമ്പുള്ള 4 ജനറൽ ഇലക്ഷനിൽ കോൺഗ്രസ് നേടിയതിനേക്കാളും കൂടുതൽ സീറ്റും അതുപോലെ ആർക്ക് നേടി, കോൺഗ്രസ് CPI സഖ്യത്തിന് നേടി. അതായത് 1971 ജനറൽ ഇലക്ഷനിൽ നേടി. They won 375 seats and 48.4% of vote. Okay, the new Congress alone had won 352 seats and 44% of vote. അതായത് കോൺഗ്രസും CPIയും കൂടെയാണ് അവിടെ 375 സീറ്റ് എന്ന് പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ് മാത്രം, അതായത് കോൺഗ്രസ് 6 ഗ്രൂപ്പ്, ഇന്ദിരയുടെ ഗ്രൂപ്പ് മാത്രം തന്നെ 352 സീറ്റ് നേടിയിട്ടുണ്ട് ആ ഇലക്ഷനിൽ. അത് പെർസെൻറ്റേജിൽ നോക്കുമ്പോൾ 44% വോട്ടായിട്ട്. Okay, the old Congress could not even win one-fourth of the votes of the new Congress. They had to be satisfied with just 16 seats. അതായത് ഓൾഡ് കോൺഗ്രസ്, അതായത് കോൺഗ്രസ് ഓക്കെ എത്ര സീറ്റാണ് കിട്ടിയത്, 16 സീറ്റ്. വിത്ത് ദിസ് scintillating performance, Indira Gandhi proved that her new Congress was the real Congress. Once again, the Congress was restored its dominant position in Indian politics. അപ്പം എന്ത് ഒരിക്കൽ കൂടി കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിൻ്റെ മേധാവിത്വം ഈ 1971 ജനറൽ ഇലക്ഷനിലൂടെ തെളിയിക്കപ്പെട്ടു. The Grand Alliance proved to be a grand failure, having secured less than 40 seats to Lok Sabha. അപ്പോൾ ഗ്രാൻഡ് അലയൻസ് ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ചെറു പാർട്ടികളുടെ ഒരു ഗ്രൂപ്പ്, അവർക്ക് ആകെ അതായത് 40 സീറ്റായി കിട്ടാൻ ഈ ജനറൽ ഇലക്ഷനിൽ കിട്ടിയുള്ളൂ. 40 മൊത്തം 40 സീറ്റ്. ഓക്കെ, ഇനി എ മേജർ ക്രൈസിസ് ബ്രോക്ക് ഔട്ട് ഇൻ പാകിസ്ഥാൻ. ദ ഈസ്റ്റ് പാകിസ്ഥാൻ ക്രൈസിസ് ആൻഡ് ദ ഇന്ത്യ-പാക് വാർ ലെഡ് ടു ബർത്ത് ഓഫ് ബംഗ്ലാദേശ്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് തന്നെയാണ് എന്ത് ചെയ്തത്, ഈസ്റ്റ് പാകിസ്ഥാനിൽ പ്രശ്നങ്ങൾ ഉണ്ടായതും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന് അവസാനം ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറി. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഇന്ദിരാഗാന്ധിയുടെ ഈ പ്രൈം മിനിസ്റ്റർ സമയത്ത് ഉണ്ടായതാണ്. അതൊക്കെ എന്തായത് ഇന്ദിരാഗാന്ധിക്ക് ഒരു ഫേവറായി മാറി. കാരണം ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക്, രാഷ്ട്ര രൂപീകരണത്തിലേക്ക് നയിച്ചു. ഇന്ത്യ ഈ ഒരു യുദ്ധത്തിൽ നിർണായക പങ്കുവഹിച്ചു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരുടെ തീരുമാനങ്ങളുടെ ഒക്കെ എന്ത് ചെയ്തു, അത് ഒരു ഒപ്പോസിഷൻ പാർട്ടീസിലെ മെമ്പേഴ്സിന് പോലും ഒരു അവരെ അംഗീകരിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്നാണ് പറയുന്നത്. These events added glory to Mrs. Gandhi. Even the opposition admired her statesmanship. Okay, the state assembly election held in 1972 had a stunning victory to the new Congress. അങ്ങനെ 1972
1972 സംസ്ഥാന നിയമസഭകളിലേക്കും ഇലക്ഷൻ നടന്നിട്ടുണ്ട്. 1972 ഈ ലോക്സഭേൻ്റെ ശേഷം. അതിലും എന്തായത് ന്യൂ കോൺഗ്രസ്സിന് വളരെ നല്ല വിജയമാണ് കൈവരിക്കാൻ സാധിച്ചത്. Mrs. Indira Gandhi seemed to be a protector of the poor and downtrodden. To others, she is true nationalist leader. All oppositions to her disappeared in thin air. Congress dominance was restored in the political field. അപ്പോൾ നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ഈ ആക്ഷൻസ് എന്ത് രൂപത്തിലാണ് നമുക്ക് എല്ലാ ജനങ്ങൾക്ക് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷീ ഈസ് ദ പ്രൊട്ടക്റ്റർ ഓഫ് ദ പൂവർ. അതായത് പാവപ്പെട്ടവരുടെയും അടിച്ചമർത്തപ്പെടുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ സംരക്ഷകയായിട്ടാണ് അവർക്ക് ഒരു സുരക്ഷിതമായി ഇന്ത്യയിൽ ജീവിക്കാൻ ഒരു അവസരം കൊടുക്കുന്ന, അവരുടെ അവകാശങ്ങൾക്കും അവരുടെ സാമ്പത്തികമായിട്ടുള്ളൊക്കെ ഇക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് വർത്തിക്കുന്ന ഒരാളായിട്ടാണ് ഇന്ദിരാഗാന്ധി അവർ കണ്ടിരുന്നത്. ഓക്കെ, ഇനി റീസ്റ്റോറേഷൻ, അതായത് പുനഃസ്ഥാപിച്ചപ്പോൾ ഇലക്ഷനിൽ ജയിച്ചു, അതിനുശേഷം അവരെന്തായത് അധികാരം പുനഃസ്ഥാപിച്ചു. അതായത് 1967 ഇതുപോലെ കോൺഗ്രസ്സിന് ഒരു അട്ടിമറി ഉണ്ടായെങ്കിൽ കൂടിയിട്ടും അതിനുശേഷം കോൺഗ്രസിൻ്റെ ആ ഡോമിനൻസ് റീസ്റ്റോർ ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. The Congress party before the split enjoyed a great popularity. Now after the election victory, the new Congress also had a great political dominance. അല്ലേ? അപ്പം കോൺഗ്രസ് പാർട്ടി സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് കോൺഗ്രസ് പാർട്ടിക്ക് എന്തുണ്ടായിരുന്നു, ഭയങ്കര പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു. കാരണം നെഹ്റുവിൻ്റെ സമയത്ത് കോൺഗ്രസ് തന്നെയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടി അല്ലേ. അതുപോലെ തന്നെ സ്പ്ലിറ്റിന് ശേഷം ഇലക്ഷൻ്റെ വിക്ടറിക്ക് ശേഷവും കോൺഗ്രസ് അതിൻ്റെ ഡോമിനൻസ് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ദ പാർട്ടി ബിഫോർ ദ സ്പ്ലിറ്റ് റിലീഡ് on the popularity of supreme leader, but its organizational structure was weak. അതായത് സ്പ്ലിറ്റിന് മുമ്പ് കോൺഗ്രസ് പാർട്ടിയുടെ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഏത് തരത്തിലായിരുന്നു ഫേമസ് ആയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സുപ്രീം ലീഡർഷിപ്പ് കൊണ്ട്. അതായത് സ്പ്ലിറ്റിന് മുമ്പ് ആരായിരുന്നു ലീഡർ? ജവഹർലാൽ നെഹ്റു അല്ലേ. ഇന്ത്യ സ്വതന്ത്രമായി 1964 നെഹ്റു മരിക്കുന്നത്. അപ്പോൾ അതുവരെ കോൺഗ്രസിൻ്റെ ഒരു അഭ്യതനായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും അംഗീകരിക്കുന്ന ഒരു നേതാവായിരുന്നു ആര്? ജവഹർലാൽ നെഹ്റു. അതാ ലീഡർഷിപ്പ് കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഫേമസ് ആയത്. പക്ഷേ എന്തായിരുന്നു, അപ്പോൾ ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വാസ് വീക്ക്. പക്ഷേ നെഹ്റു മന്ത്രിസഭയുടെ ഘടന, അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതിൻ്റെ ഘടനാ സ്വഭാവം അതൊക്കെ എന്തായിരുന്നു, വളരെ വീക്കായിരുന്നു. ദ ന്യൂ കോൺഗ്രസ് പാർട്ടി അണ്ടർ ദ ഇന്ദിരാഗാന്ധി ഹാഡ് ഫ്യൂ ഫാക്ഷൻസ് ഓർ ഗ്രൂപ്പ്സ്. പക്ഷേ ഇന്ദിരാഗാന്ധി മന്ത്രിസഭ വന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടി സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇന്ദിര മന്ത്രിസഭ വന്നതല്ലേ. 1967 അങ്ങനെ ഇലക്ഷൻ നടന്നു. പിന്നെ അതിനുശേഷം കോൺഗ്രസ് പാർട്ടി സ്പ്ലിറ്റ് ചെയ്തു. പിന്നെയാണ് 1971 വീണ്ടും ഇലക്ഷൻ നടന്ന് കോൺഗ്രസ് എന്ത് ചെയ്യുന്നത്, CPIയോട് കൂടെ കൂട്ടുകൂടിയിട്ട് ജയിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ശരിക്കും കോൺഗ്രസ് പാർട്ടിക്ക് സമയത്ത് ചെറിയ ഗ്രൂപ്പേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ. മറ്റേത് കുറേ ഗ്രൂപ്പുകളുണ്ട്. കോൺഗ്രസ് ഗ്രൂപ്പ് ഇതിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ ഇതിൽ എന്തുണ്ടാവുള്ള ഗ്രൂപ്പുകളുടെ എണ്ണം ചെയ്തിട്ട് കുറഞ്ഞു സ്വാഭാവികമായും. സോ അഡ്ജസ്റ്റിംഗ് ടു ആൻഡ് അക്കോമഡേറ്റിംഗ് ഓൾ ഒപ്പീനിയൻസ് ആൻഡ് ഇൻട്രസ്റ്റ് വാസ് നോട്ട് ഈസി. അപ്പോൾ എന്ത് ചെയ്തില്ല, ഈ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിങ്ങനെ പരിഹരിക്കലൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് ആയിരുന്നു പ്രശ്നങ്ങളൊക്കെ. ദ വിക്ടറി ഇറ്റ് എൻജോയ്ഡ് ഇൻ ദ ഇലക്ഷൻ കെയിം ഫ്രം സോഷ്യൽ ഗ്രൂപ്പ്സ് ലൈക്ക് വുമൺ, Dalits, Adivasis and minorities. So we could well say that the new Congress had a change in the Congress system, and this change in the system came through the Indira Gandhi. അപ്പോൾ
എന്ത് ചെയ്തു, ഇന്ദിരാഗാന്ധിയുടെ വിക്ടറി തന്നെ എന്തിലൂടെയാണ്, ഗരീബ് ഹഠാവോ എന്ന മുദ്രാവാക്യം അത് ദലിതർക്കും അതുപോലെ തന്നെ ആദിവാസി വിഭാഗങ്ങൾക്കും മൈനോറിറ്റിക്കൊക്കെ പ്രചോദനമായിട്ടുള്ള ഒന്നായിരുന്നു. അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ കാത്തു സൂക്ഷിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ദിരാഗാന്ധി 1971 ഇലക്ഷനിൽ ജയിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിൽ എന്ത് വേണം, ഒരു ചേഞ്ച് വേണം. മുമ്പത്തെ പോലെ ആയാൽ പറ്റില്ല. അപ്പം ആ ചേഞ്ച് ആരിലൂടെയാണ് അവർ പ്രതീക്ഷിച്ച് കാണുന്നത്, ഇന്ദിരാഗാന്ധിയിലൂടെയാണ്. ഏർലിയർ ദ കോൺഗ്രസ് കുഡ് അബ്സോർവ് ഓൾ ദ ടെൻഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. പക്ഷേ മുമ്പ് എന്ത് ചെയ്തിരുന്നു, കോൺഗ്രസ്സിന് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അത് ഒതുക്കി തീർക്കാനൊക്കെ അതിൽ കഴിഞ്ഞിരുന്നു. ബട്ട് ദ ന്യൂ കോൺഗ്രസ് ഡിഡ് നോട്ട് ഹാവ് ദാറ്റ് കപ്പാസിറ്റി. പക്ഷേ പുതിയ കോൺഗ്രസ്സിന് എന്തില്ല, അത്രത്തോളം കപ്പാസിറ്റി ഇല്ല. ഈവൻ ദോ ദ കോൺഗ്രസ് ഹാഡ് ഇറ്റ്സ് ഡോമിനൻസ് റീസ്റ്റോർഡ് ആൻഡ് ഇന്ദിര അസ്യൂംഡ് ടു ബി unprecedented political authority, the people did not have enough space for democratic expression of their aspirations. അപ്പം എന്ത് ചെയ്തു, കോൺഗ്രസ് ശരിക്കും ഒരു ഡോമിനേറ്റ് ചെയ്ത പാർട്ടി ആയിട്ടൊക്കെ വന്നു 1971 ഇലക്ഷനിൽ. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ഒരു പൂർവമായിട്ടുള്ളൊരു വിജയം കൈവരിച്ച് ഒരു പൊളിറ്റിക്കൽ അതോറിറ്റിയൊക്കെ ആയിട്ട് വന്നു. പക്ഷെ എന്ത് ചെയ്തില്ല, ദ പീപ്പിൾ ഡിഡ് നോട്ട് ഹാവ് ഇനഫ് സ്പേസ് ഫോർ ഡെമോക്രാറ്റിക് എക്സ്പ്രഷൻ ഫോർ ദെയർ അസ്പിറേഷൻ അല്ലേ. അതായത് ജനങ്ങൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ, ജനാധിപത്യ സംവിധാനത്തിൽ അവരുടെ എല്ലാവിധ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതിന് ചില പ്രശ്നങ്ങളും ചില പോരായ്മകളൊക്കെ അവിടെ ഉണ്ടായി ഇന്ദിരാഗാന്ധി വന്നതിന് ശേഷവും. മനസ്സിലായില്ല? കാരണം അതായത് ഇന്ദിരാഗാന്ധി നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ, ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളെല്ലാം കിട്ടിയില്ല എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. There was unrest about the developmental issues and economic deprivations. അപ്പോൾ അതായത് വികസനപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ ചില അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ചില അശുഭകരമായിട്ടുള്ള വാർത്തകളും, അതായത് ആ വിചാരിച്ച രീതിയിൽ എന്ത് ചെയ്തില്ല, മുന്നോട്ട് സാമ്പത്തിക രംഗവും അതുപോലെ തന്നെ വികസന രംഗവും ഒന്നും എന്ത് ചെയ്തില്ല, രാജ്യത്തിൻ്റെ മുന്നോട്ട് പോയില്ല. ദിസ് നാച്ചുറലി വിൽ ലെഡ് ടു എ പൊളിറ്റിക്കൽ ക്രൈസിസ് വിത്ത് മൈറ്റ് ഈവൻ ജിയോ പാരഡൈസ് ഡെമോക്രസി. അപ്പം ഇത് ചില രാഷ്ട്രീയ പ്രതിസന്ധികൾക്കൊക്കെ കാരണമായി. എന്ത് ചെയ്തു, ഒരു ജനാധിപത്യം ചില അപകടകരമായ വസ്തുതയിലേക്കൊക്കെ മുന്നോട്ട് പോയി. അപ്പം ഏതായാലും ഇതോടുകൂടി ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അതിന് ശേഷം ഇപ്പോൾ നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ കുറേ നല്ല കാര്യങ്ങളൊക്കെ എന്തായി, എന്നാലും രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പല പോരായ്മകളൊക്കെ ഉണ്ടാവും. കാരണം ജനങ്ങളാണ് ഇവിടെ എലക്ട് ചെയ്യുന്നത്. ജനങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങൾക്ക് അനുസൃതമല്ലാതെ ഭരണകർത്താക്കൾ പോകുമ്പോൾ ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കും. അത് സ്വാഭാവികമാണല്ലോ. അതിന് അടിച്ചമർത്തൽ എന്നൊക്കെ ഒരു പരിധിയുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ഫലമായിട്ടാണ് ഇത് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തത്, 1984 തൻ്റെ സുരക്ഷാ ഗാർഡിൻ്റെ തന്നെ, അതായത് അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ആ പട്ടാള ആക്ഷൻ്റെ ഫലമായിട്ട് സിഖുകാർ കൊല്ലപ്പെട്ടതിന് പ്രതികാരമെന്നോണം ഇന്ദിരാഗാന്ധിയെ സ്വന്തം അംഗരക്ഷകൻ തന്നെ വെടിവെച്ച് കൊന്ന് ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുന്ന പിന്നീടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനെ പോകുന്നു. അപ്പോൾ എന്തായാലും രാഷ്ട്രീയത്തിൽ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തത് തന്നെയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളായ പ്രിയദർശിനി എന്ന് വിളിക്കുന്ന ഇന്ദിരാഗാന്ധി. അപ്പം ഇതോടുകൂടി ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അതേപോലെ തന്നെ ഇന്ത്യ ചൈന യുദ്ധം, താഷ്കൻഡ് കരാർ, പഞ്ചശീല തത്വങ്ങൾ, പിന്നെ ബംഗ്ലാദേശിൻ്റെ ഫോർമേഷൻ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വഴി ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ ഫോർമേഷൻ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ 1967 ഇലക്ഷനും അന്നത്തെ പൊളിറ്റിക്കൽ കോണ്ടസ്റ്റും, അതുപോലെ തന്നെ 1971 ഇലക്ഷനും, അതുപോലെ തന്നെ റീസ്റ്റോറേഷൻ, അതായത് മന്ത്രിസഭയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഡോമിനൻസ് അവിടെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം. പിന്നെ പ്രിവി പേഴ്സ് എന്താണെന്ന് ചോദിക്കാം. പ്രിവി പേഴ്സ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്.
പിന്നെ എന്താണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സിൻഡിക്കേറ്റ് എന്ന ടേം അത് കൊണ്ടുവന്നത് ആരാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതോടുകൂടി ചാപ്റ്റർ അവസാനിച്ചു. ദാറ്റ് ഈസ് ദ 5th ചാപ്റ്റർ ഓഫ് ദ ഫസ്റ്റ് പാർട്ട്.